ജാസ് ഫോട്ടോഗ്രാഫിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓവനും എയർ ഫ്രയറും ഒന്നുമില്ലാത്ത സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു പിസയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഏറെ ഇഷ്ടമാണല്ലോ പിസയെ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള പച്ചക്കറികളൊക്കെ തന്നെ ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ കുറച്ച് വലിയ പിസയാണ് കാണിക്കുന്നത്, 4 മുട്ടയുടേത്. അതിൽ 3 മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് എടുത്ത ശേഷം നന്നായി ബീറ്റ് ചെയ്യുക. 1 കപ്പ് പാലും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത ശേഷം ഇത് മാറ്റി വെക്കുക. നാല് പീസ് ബ്രെഡ് എടുത്ത് സൈഡിലെ ബ്രൗൺ കളർ മാറ്റിയ ശേഷം കട്ട് ചെയ്തെടുക്കണം. ഓവനും എയർ ഫ്രയറും ഇല്ലാതാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനാൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയെടുത്തിട്ട് 2 ടീസ്പൂൺ ഓയിലൊഴിച്ച് തവയുടെ എല്ലാ ഭാഗത്തും ആക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസുകൾ മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്ത ശേഷം ഏകദേശം റൗണ്ട് ഷേപ്പ് വരുന്നത് പോലെ അറേഞ്ച് ചെയ്യുക. തവയുടെ വലിപ്പമനുസരിച്ച് ബ്രെഡിൻ്റെ പീസുകൾ കട്ട് ചെയ്യാവുന്നതാണ്. ബാക്കി വന്ന മുട്ടയുടെ മിക്സ് സൈഡുകളിലൊക്കെ ഒഴിച്ച് ഒരു റൗണ്ട് ഷേപ്പിലാക്കുക. മാറ്റി വെച്ചിരിക്കുന്ന ഒരു മുട്ടയും 1 സ്പൂൺ കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്ത് ബ്രെഡിൻ്റെ മുകളിൽ ഒഴിച്ച് നന്നായി നിരത്തണം. പിസയുടെ ബേസ് കുറച്ച് കട്ടിയിലും പൊട്ടിപ്പോകാതിരിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. സൈഡെല്ലാം ഇതുപോലെ ഒതുക്കി റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. മുകളിൽ 1 സ്പൂൺ മെൽറ്റഡ് ബട്ടർ കൂടി ഒഴിച്ച ശേഷം പതുക്കെ തിരിച്ചിടുക, വളരെ സാവധാനം. ബേസിന് മുകളിൽ പിസ്സ ചീസ് കുറച്ച് വിതറുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായി ഇട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്യുക. ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ബേസിന് മുകളിൽ ഒരു ലെയർ ഇടാവുന്നതേ ഉള്ളൂ. ഇത് പിസ്സ ഓർഗാനോ. ഇത് സൂപ്പർ മാർക്കറ്റിലും ബേക്കറികളിലൊക്കെ കിട്ടും. ഒന്ന് വാങ്ങി വെക്കുവാണെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. വെജിറ്റബിൾസിൻ്റെ മുകളിൽ ഇത് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സോൾട്ട് ഒന്നും വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് പിസ്സയ്ക്ക് ചേർക്കുന്ന സ്പെഷ്യൽ പിസ്സ ചില്ലി ഫ്ലേക്കാണ്. ഈ ചില്ലി ഫ്ലേക്കും ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പിസ്സ ചീസ് മുകളിൽ ഒരു ലെയർ നിറയെ ഇട്ട് കൊടുക്കുക. പിന്നീട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ സ്റ്റീം കയറ്റണം. ചീസ് ഫുള്ള് മെൽറ്റായിട്ട് വെജിറ്റബിൾസിലെല്ലാം നന്നായിട്ട് പിടിക്കും. ആ സമയത്തേക്ക് വെജിറ്റബിൾസ് നന്നായിട്ട് വെന്ത് വരും. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. നോക്കിക്കേ, ചീസെല്ലാം ഫുള്ള് മെൽറ്റായിട്ടുണ്ട്. ഓവനും എയർ ഫ്രയറും ഒന്നുമില്ലാതെ നോൺ സ്റ്റിക്കിൻ്റെ തവയിൽ ബ്യൂട്ടിഫുൾ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇറ്റാലിയൻ ഡിഷായ പിസ്സ ഇപ്പോൾ നമ്മുടെ കിച്ചണിലും ഞൊടിയിടയിൽ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ജയ് ഹിന്ദ്.